തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയാം. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കേസിൽ മാധ്യമങ്ങൾ വിചാരണ നടത്തി ഉയർത്തിക്കൊണ്ടുവന്ന പൊതുബോധത്തിൽ നിന്നുകൊണ്ട് യഥാർത്ഥ വസ്തുതകൾ അറിയാൻ താല്പര്യമില്ലാത്തവർക്ക് TV ഓഫ് ചെയ്യുകയോ ചാനൽ മാറ്റുകയോ ചെയ്യാം. എന്നാൽ വളച്ചൊടിക്കാത്തതും മറച്ചുവെക്കപ്പെട്ടതുമായ സത്യങ്ങൾക്ക് കാതുകൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് തുടർന്ന് കേൾക്കുകയും ചെയ്യാം. ഇതാരെയും വെള്ളപൂശാനോ വേറെ ആരെയെങ്കിലും കരിവാരിത്തേക്കാനോ അല്ല. മുഖ്യധാരാ മാധ്യമങ്ങളും ക്രൈസ്തവ വിരോധികളും ചേർന്ന് സൃഷ്ടിച്ചെടുത്ത പുകമറയിൽ നിന്ന് സത്യത്തെ മറനീക്കി വെളിപ്പെടുത്തുകയാണ് ഈ പ്രോഗ്രാമിലൂടെ ഷെഖേന ന്യൂസ് ലക്ഷ്യമിടുന്നത്. ഏവർക്കും സ്വാഗതം. എന്തുകൊണ്ടാണ് കോടതി ബിഷപ്പിനെ കുറ്റവിമുക്തനാക്കിയത്? ബിഷപ്പ് പണം വാരി എറിഞ്ഞത് കൊണ്ടാണോ? പ്രോസിക്യൂഷൻ കേസ് ശരിയായി വാദിക്കാത്തത് കൊണ്ടാണോ? അതോ ജഡ്ജി തെറ്റായ നിഗമനങ്ങളിൽ എത്തിയത് കൊണ്ട്? വിധിന്യായം കാണാതെയും കൃത്യമായി പഠിക്കാതെയും വിടുവായത്തം വിളമ്പുന്നവർ ഉയർത്തുന്ന പൊള്ളയായ വാദങ്ങളാണിത്. എന്നാൽ വിധിന്യായത്തിലെ സത്യമെന്താണ്? അതിലേക്ക് കടക്കും മുമ്പ് കോടതിയുടെ സുപ്രധാനമായ ചില കണ്ടെത്തലുകളിലേക്ക് നമുക്ക് കടക്കാം. പരാതിക്കാരി കേസ് നൽകുവാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ കോടതി കണ്ടെത്തിയതിൽ പ്രധാനപ്പെട്ടതാണ് പരാതിക്കാരിയുടെ ഫസ്റ്റ് കസിനും അധ്യാപികയുമായ സ്ത്രീ സുപ്രീം കോടതിയിലെ അഭിഭാഷകനായിട്ടുള്ള തൻ്റെ ഭർത്താവിനെ പരാതിക്കാരിയിൽ നിന്നും രക്ഷിക്കണമെന്നും തൻ്റെയും ഭർത്താവിൻ്റെയും ജീവിതം തകർക്കരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സന്യാസ സഭയുടെ ജനറാളമ്മയെ സമീപിക്കുന്നതും തുടർന്ന് അവർ എഴുതി നൽകിയ പരാതിയും. സിസ്റ്ററിൻ്റെ ഒരു ഫസ്റ്റ് കസിൻ ഈ കേസിലൊരു സാക്ഷിയാണ്, ജയ എന്ന് പറഞ്ഞ സ്ത്രീ. അവർ കോൺഗ്രിഗേഷന് പരാതി കൊടുത്തു. കാരണം ഈ കുറവിലങ്ങാട് പള്ളിയിൽ അഭിഷേകാഗ്നി എന്ന് പറഞ്ഞൊരു കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ഈ സിസ്റ്ററുടെ ഫസ്റ്റ് കസിൻ്റെ ഭർത്താവ്, അയാൾ സുപ്രീം കോടതിയിൽ ലോയറാണ്, പക്ഷേ അയാൾ ഒരു ഹിന്ദുവാണ്. അയാൾ അവരുടെ ഇൻ്റർ റിലീജിയസ് മാരേജാണ്. അപ്പോൾ അയാൾ ഇവിടെ ഈ കോൺവെൻറ്റിൽ ഈ കൺവെൻഷനിൽ പങ്കെടുക്കാനുള്ള വ്യാജേന ഈ കോൺവെൻറ്റിൽ വന്ന് 5 ദിവസം താമസിച്ചു. ഈ സിസ്റ്ററുടെ മുറിയുടെ തൊട്ടടുത്തുള്ള മുറിയിൽ അവർ താമസിച്ചു. അയാൾ കോൺവെൻറ്റിലെ മൂവ്മെൻറ്റ് രജിസ്റ്റർ അനുസരിച്ച് അയാൾ ഒരിക്കൽ പോലും ഈ കൺവെൻഷൻ പോയിട്ട് കാണുന്നില്ല. അങ്ങനെ അയാൾ ഇവിടുന്ന് പോയതിന് ശേഷം ഈ 27-ാം തീയതി സെപ്റ്റംബർ 1-ാം തീയതി പോയതിന് ശേഷം അത് സംബന്ധിച്ച് ചില പ്രശ്നങ്ങളുണ്ടായി. അത് സംബന്ധിച്ച ചില പ്രശ്നങ്ങൾ അവസാനം അയാളുടെ ഭാര്യ ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന നിലയിലേക്ക് വന്നു. ഈ ഭർത്താവ് ഭാര്യയോടെല്ലാം കൺഫസ് ചെയ്തു. അത് സംബന്ധിച്ച് കുറേ ഡീറ്റെയിൽസ് ഉണ്ട്, ഞാനത് പറയുന്നില്ല. അവസാനം ഭർത്താവ് ഭാര്യയോടെല്ലാം കൺഫസ് ചെയ്തു. ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ഞങ്ങൾ 5 ദിവസവും ഞങ്ങൾ തമ്മിൽ പ്ലാൻ ചെയ്ത് പോയതാണ്, കൺവെൻഷനിൽ പങ്കെടുക്കാൻ പോയതൊന്നുമല്ല. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 5 ദിവസവും ഞങ്ങൾ തമ്മിൽ എല്ലാ തരത്തിലുള്ള ഇമ്മോറൽ ബന്ധങ്ങളും ഉണ്ടായി എന്ന് കൺഫസ് ചെയ്തു. ഇതറിഞ്ഞ ഭാര്യ അപ്പം തന്നെ ഇവരെ വിളിക്കുന്നു, ഈ സിസ്റ്ററിനെ വിളിക്കുന്നു. സിസ്റ്ററും ഭാര്യയുമായിട്ട് വഴക്കുണ്ടാവും. അവർ വഴക്കിൻ്റെ ഫലമായിട്ട് രണ്ടുപേരും മാനസികമായി സുഖമല്ലാത്ത രീതിയിൽ ആ സംഭാഷണം അവസാനിക്കുന്നു. പിറ്റേ ദിവസം തന്നെ അവരെന്ത് ചെയ്തു? അവർ 8 മണിക്കൂർ യാത്ര ചെയ്ത് ഡൽഹിയിൽ നിന്ന് ജലന്ധറിലേക്ക് പോയി. അവിടെ കോൺഗ്രിഗേഷൻ്റെ മദർ ജനറൽ റജീനയെ കണ്ട് ഒരു പരാതി പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ ഈ സിസ്റ്റർ അവരുടെ ഭർത്താവായി വെച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെതിരായിട്ട് നടപടികൾ സ്വീകരിക്കണം, അവരുടെ കീപ്പായിട്ട് വെച്ചുകൊണ്ടിരിക്കണം, നടപടി സ്വീകരിക്കണം, നിങ്ങൾ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞാൻ മീഡിയയുടെ മുമ്പിലേക്ക് ഈ പ്രശ്നമായിട്ട് പോകുന്നു. അപ്പോൾ വളരെ സീരിയസ് ആയി. അപ്പോൾ കോൺഗ്രിഗേഷൻ അധികാരി മദർ റജീന പറഞ്ഞു, നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടായില്ല, യു പുട്ട് ഇറ്റ് ഇൻ റൈറ്റിംഗ്, നിങ്ങൾ എഴുതിത്താം, അപ്പം അവിടെ നിങ്ങളുടെ കൈപ്പടയിൽ എഴുതിത്തരണം എന്ന് നിർബന്ധിച്ചു. ഒരു പക്ഷേ പിന്നീട് ഇവർ മാറിയെങ്കിലും എന്ന് ഓർത്തായിരിക്കും നിങ്ങളുടെ കൈപ്പടയിൽ എഴുതണം. ഇവർ ഡൽഹി ചെന്ന ശേഷം ഇവരൊരു 10-15 പേജുള്ള ഒരു ഇമെയിൽ വളരെ വിശദമായിട്ട് തയ്യാറാക്കി, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വിശദമായിട്ട് തയ്യാറാക്കി ഇവരുടെ കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട് സ്കാൻ ചെയ്തും ഇമെയിൽ ടൈപ്പ് ചെയ്തും ഗൂഗിൾ ഇമെയിൽ വഴി അയച്ചു. അങ്ങനെ 2 ഇമെയിലും കിട്ടി, അതിൻ്റെ അറ്റാച്ച്മെൻ്റായിട്ട് സ്കാൻ ചെയ്ത സ്കാൻഡ് കോപ്പിയും കിട്ടി. ഈ 2 കോപ്പിയിൽ ഒരേ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആയിട്ട് വരത്തക്ക തരത്തിലുള്ള ചില തെളിവുകൾ അവർ അതിനകത്ത് പറഞ്ഞു. കാരണം ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത തെളിവുകൾ. പക്ഷേ ഇവർ ഈ കോൺഗ്രേഷൻ്റെ പഴയ മദർ ജനറൽ ആയതുകൊണ്ട് വെറുതെ ഒരു നടപടി സ്വീകരിക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല. അപ്പോൾ അവർ ഇത് എന്തു ചെയ്യണം, കാരണം ഇത് എങ്ങനെ എന്ത് ചെയ്താലും കോൺഗ്രേഷൻ അത് വളരെ മോശമായിട്ട് വരും. നാട്ടിലറിഞ്ഞാലും പൊതു ജനസമൂഹത്തിനിടയ്ക്ക് വന്നാലും കോൺഗ്രേഷൻ അവമതിപ്പുണ്ടാകുന്ന കാര്യമായതുകൊണ്ട് അവർ ബിഷപ്പിനോട് ഒരു അഡ്വൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ബിഷപ്പിനെ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തു. ബിഷപ്പിനെ പോയി കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു, ഇമെയിൽ ബിഷപ്പിന് കൊടുത്തു. ബിഷപ്പ് അത് വായിച്ചു. ബിഷപ്പ് സാധാരണഗതിയിൽ എന്താണോ ചെയ്യേണ്ടത് ചെയ്തു. ബിഷപ്പ് ഒരു എൻക്വയറി ഓർഡർ ചെയ്തു. ആ എൻക്വയറി ഡിസംബർ 10 ഓർഡർ ചെയ്തു. ആ എൻക്വയറി ഓർഡർ ചെയ്തതോടെയാണ് ഈ വിക്ടിമും ബിഷപ്പും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൺസ്ട്രെയിൻഡ് ആണ്. പിന്നീട് ആ സ്ത്രീ കോടതിയിൽ തൻ്റെ പരാതി തെറ്റായിരുന്നുവെന്ന് പറഞ്ഞുവെങ്കിലും കത്തിൽ പരാമർശിച്ച കാര്യങ്ങൾ അവരുടെ ഭാവനാ സൃഷ്ടി മാത്രമായിരുന്നു എന്ന വാദം സംശയലേശമന്യെ തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. ബിഷപ്പിനെതിരെ ലൈംഗിക ആരോപണവുമായി നീങ്ങിയത് പരാതിക്കാരിയുടെ കസിൻ്റെ പരാതിയിൽ അന്വേഷണത്തിന് നടപടി സ്വീകരിച്ചപ്പോഴാണ്. തനിക്കെതിരെയുള്ള അന്വേഷണത്തിൻ്റെ പിന്നിൽ ബിഷപ്പ് ഫ്രാങ്കോ ആണെന്നുള്ള ധാരണ ബിഷപ്പിനെതിരെ നീങ്ങാൻ പരാതിക്കാരിയെ പ്രേരിപ്പിച്ചു എന്ന് വേണം കരുതാൻ. മാത്രമല്ല, കസിൻ്റെ പരാതിയിന്മേലുള്ള അന്വേഷണം തൻ്റെ ഭാവിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് പരാതിക്കാരി കരുതി. ആ കത്തിൽ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ ജയ എന്ന് പറയുന്നവരുടെ സിസ്റ്റർ പറയുന്നത് അവരുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുന്നത് കണ്ടുകൊണ്ടാണ് അവർ വരുന്നത്. അയാൾ ബിൽപത്രം എഴുതി വെച്ചു, മരണമൊഴി എഴുതി വെച്ച ശേഷം അയാൾ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുന്നത്. കാരണം ഈ സിസ്റ്ററുമായിട്ട് അയാൾക്കൊരു അഫെയർ ആയിരുന്നുണ്ടായിരുന്നു. അഫെയർ തകർന്നു പോയതോടെ അയാൾക്ക് ജീവിക്കേണ്ടെന്ന് കരുതി അയാൾ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഭാര്യ വരുന്നിടത്തു നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. അവരുടെ ലെറ്റർ ആരംഭിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഈ ലെറ്റർ വളരെ നിസ്സാരമല്ല, അതിലെ അലിഗേഷൻസ് നിസ്സാരമല്ല. അപ്പോൾ അത് വളരെ ഗുരുതരമായ ആരോപണമാണ്. ആ ഗുരുതരമായ ആരോപണത്തിൽ ഒരു എൻക്വയറി നടത്തണമെന്ന് പറഞ്ഞാൽ മാത്രമല്ല, ബിഷപ്പ് പിന്നെയും കോൺഗ്രിഗേഷൻ അധികാരികൾ എൻക്വയറി നടത്താൻ വയ്യപ്പം ബിഷപ്പ് റിമൈൻഡറോട് കൊടുത്തു. മാർച്ചായപ്പോൾ വീണ്ടും എൻക്വയറി നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. അതോടെ ഈ വിക്ടിമിനും അവരുടെ കൂടെയുള്ള കന്യാസ്ത്രീകൾക്കും എല്ലാം മനസ്സിലായി ബിഷപ്പാണ് ഇതിനകത്ത് ഇടങ്കോലെടുത്തത്. ഇതിനകത്ത് എൻക്വയറി നടത്തിക്കാനും നടപടിയെടുക്കാനും നിൽക്കുന്ന ബിഷപ്പാണ്, യഥാർത്ഥ വില്ലൻ ബിഷപ്പാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് അവരുടെ എന്താ പറയുന്നത്, ദേ ടേൺ ദർ ഗൺസ് അഗെയിൻസ്റ്റ് ബിഷപ്പ്. അന്ന് പോലും ബിഷപ്പിനെതിരെ ആക്രമണമായി. ബിഷപ്പിനെ മാറ്റണമെന്നുള്ള നില ആദ്യം എടുത്തു. പിന്നെ ബിഷപ്പിനെ ഭേദ്യം ചെയ്യും, മർദ്ദിക്കും. അങ്ങനത്തെ ആക്രോശങ്ങളായി. ഇവർ കന്യാസ്ത്രീകളായിട്ടുള്ള അനുപമയും ഈ കേസിലെ വിക്ടിമും കൂടി ഭീഷണിപ്പെടുത്തി ഞങ്ങൾക്ക് നടപടിയെടുത്താൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു, ബിഷപ്പിൻ്റെ പേരെഴുതി ആത്മഹത്യ എന്ന് പറഞ്ഞു. ബിഷപ്പ് അപ്പോൾ ജലന്ധർ പോലീസിൽ 2017 നവംബർ മാസം 30 ബിഷപ്പ് ജലന്ധർ പോലീസ് പരാതി എഴുതി കൊടുത്തു. ഇങ്ങനെ ഈ കേസ് വരുന്നതിന് 7 മാസം മുമ്പ് ബിഷപ്പ് ജലന്ധർ പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു. ഇവരുടെ 2 പേര് പേരെഴുതി വെച്ച് ആത്മഹത്യ ചെയ്ത് പറയുന്നു, നടപടിയെടുത്താൽ എന്ന് പറഞ്ഞ്. അതിനുശേഷം അങ്ങനെ എഴുതി കൊടുത്ത് ഇവരെ വിളിച്ചു. ഇവർ മനസ്സിലായി ഇവർക്ക് അങ്ങനെ പരാതി ഉണ്ടെന്ന് മനസ്സിലായി. ഇവർ അതിനുശേഷം ഒന്നും ചെയ്തില്ലല്ലോ. അതിനുശേഷം ഈ ബിഷപ്പിനെ തട്ടിക്കൊണ്ടുപോയി വധിക്കുമെന്ന് ഈ വിക്ടിമായിട്ടുള്ള കന്യാസ്ത്രീയുടെ ബ്രദർ ഭീഷണിപ്പെടുത്തി. അപ്പോൾ ബിഷപ്പിന് വേണ്ടി സഭയുടെ PRO പീറ്റർ കാവുംപുറം എന്ന് പറയുന്ന ആൾ കോട്ടയം SP-ക്ക് പരാതി കൊടുത്തു. 2018 ജൂൺ മാസം 17 പരാതി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂൺ 23 കുറവലങ്ങാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസിനകത്ത് ഈ പറയുന്ന 5 കന്യാസ്ത്രീകളുടെയും ബന്ധുക്കൾ പ്രതികളാണ്. അപ്പോൾ ആ നിലയിൽ ബിഷപ്പ് കന്യാസ്ത്രീക്കെതിരെ ബന്ധുക്കൾക്കെതിരായിട്ട് പരാതി കൊടുത്തു. അവരെ പോലീസ് വിളിപ്പിച്ചതോടെ വക്കീലിനെ കാണലായി, എറണാകുളത്ത് പോലായി, ഡിസ്കഷനായി, കഥ മാറി ആദ്യമായിട്ട് റേപ്പ് സംബന്ധിച്ചുള്ള അലിഗേഷൻസ് സർഫസ് ചെയ്തു. ബീഹാറിൽ സ്വന്തമായി ഒരു റീജിയൻ പ്രവർത്തനം ആരംഭിക്കുന്നതിനും അതിൻ്റെ കീഴിൽ കുറവിലങ്ങാട് മഠവും അനുബന്ധ സ്ഥാപനങ്ങളും കൊണ്ടുവരണമെന്നുള്ള ആവശ്യവും ബിഷപ്പ് നിരാകരിച്ചതിന് ശേഷമാണ് പീഡന പരാതി കൊടുത്തിരിക്കുന്നത് എന്ന നിരീക്ഷണവും കോടതി നടത്തിയിട്ടുണ്ട്.
റിപ്പോർട്ടർ ചാനലിൻ്റെ ക്ലോസ് എൻകൗണ്ടർ പ്രോഗ്രാമിൻ്റെ അവതാരകനായിരുന്ന അഭിലാഷ് മോഹനൻ വഞ്ചി സ്ക്വയർ സമരത്തിലെ നായിക സിസ്റ്റർ അനുപമയോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. കോടതി അതിനെ $1 മില്യൺ ക്വസ്റ്റ്യൻ എന്നാണ് വിശേഷിപ്പിച്ചത്. ആ ചോദ്യം ഇതായിരുന്നു: ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ പരാതിയില്ലാതെ നോക്കുകയല്ലേ സാധാരണ നിലയിൽ ആളുകൾ ചെയ്യുക? നിങ്ങളെ പ്രകോപിപ്പിച്ചുകൊണ്ട് പരാതി ഉണ്ടാക്കേണ്ട കാര്യം ബിഷപ്പിനുണ്ടോ? അനുപമ ഇതിന് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തീർക്കുകയും സെറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുകയും ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് കേസ് കൊടുക്കേണ്ട ഒരാവശ്യവും ഉണ്ടാകുമായിരുന്നില്ല. അഭിലാഷിന്റെ അതേ ചോദ്യം കോടതി പ്രോസിക്യൂഷനോടും ആവർത്തിച്ചു. അഭിലാഷ് മോഹൻ ചോദിച്ചൊരു ചോദ്യം, അനുപമയോട് ചോദിച്ചൊരു ചോദ്യം, ഇങ്ങനെ ബിഷപ്പ് ഈ കന്യാസ്ത്രീയെ റേപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ കന്യാസ്ത്രീക്കെതിരായിട്ട് ഇതുപോലെ അവരെ പുറകെ നടന്ന് ഹരാസ് ചെയ്ത് അവരെ കൊണ്ട് ബിഷപ്പിനെതിരായിട്ടൊരു പെറ്റീഷൻ കൊടുപ്പിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യം ബിഷപ്പിനുണ്ടോ? സാധാരണഗതിയിൽ ഒരു റേപ്പിസ്റ്റ് അങ്ങനെ പെരുമാറുമോ എന്നാണ് ചോദിച്ചത്. നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ ഒരാളെ റേപ്പ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അത് മൂടി വെക്കാനും എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാനും അവരെ സുഖിപ്പിച്ച് കൊണ്ടു കിടക്കാനും വലിയ ശ്രമിക്കുകയുള്ളൂ, ഒരു പരാതിയിലേക്ക് പോവാതെ. ഇത് ബിഷപ്പ് ഓരോ ദിവസവും അവരെ കുത്തി വായി കോലിട്ട് കുത്തി അവർക്ക് നിവൃത്തിയില്ല ഒരു പരാതി ഫയൽ ചെയ്യുക. ആ നിലയിലേക്ക് ഒരു കോണ്ടാക്റ്റ് സാധാരണഗതി ഒരു റേപ്പിസ്റ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവുമോ എന്നൊരു ചോദ്യം ചോദിച്ചു. അത് വളരെ പെട്ടെന്ന് ചോദ്യമാണ്. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് ദാറ്റ് ഇസ് $1 മില്യൺ ക്വസ്റ്റ്യൻ. അതിന് അനുപമ പറഞ്ഞ ഉത്തരവാണ് അതിലും ശ്രദ്ധേയം. ആ ഉത്തരം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യം ബിഷപ്പിനില്ല. എന്നാൽ സെറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങൾ യഥാസമയം സെറ്റിൽ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനൊരു പരാതി ഉണ്ടാകുകയില്ലെന്ന്. എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ എന്ന് വെച്ചാൽ വിക്ടിം സെറ്റിൽ ചെയ്യാൻ തയ്യാറായിരുന്നു കാര്യങ്ങൾ, ബിഷപ്പ് തയ്യാറില്ലായിരുന്നല്ലേ. അപ്പോൾ എന്താ അവർക്ക് സെറ്റിൽ ചെയ്യാനുള്ളത്? അവർക്ക് സെറ്റിൽ ചെയ്യാനുള്ള അവർ പറഞ്ഞു. അവർക്ക് സെറ്റിൽ ചെയ്യാനുള്ള അവർക്ക് ബീഹാർ കേന്ദ്രമാക്കി ഒരു റീജിയൻ വേണം, കുറവലങ്ങാട് കോൺവെൻറ്റ് ആ റീജിയനകത്ത് ഉൾപ്പെടുത്തണം, അവർക്കെല്ലാവർക്കും യഥേഷ്ടം ഈ കുറവലങ്ങാട് കോൺവെൻറ്റിൽ താമസിക്കണം, അവരെ ചോദ്യം ചെയ്യാനോ ശല്യപ്പെടുത്താനോ ഇങ്ങോട്ട് വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊരു പരാതിയും കൊടുക്കില്ല. എന്താ പറയുന്നത്? സിസ്റ്റർ അനുപമയുടെ മറുപടികൾ പരാതിക്കാരി അടക്കം പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന പ്രധാന സാക്ഷികളുടെ മൊഴികളുമായി യാതൊരു വിധത്തിലും പൊരുത്തപ്പെടുന്നതായിരുന്നു. ബലാത്സംഗത്തെ സംബന്ധിച്ച് പരാതിക്കാരി വിവിധ ഘട്ടങ്ങളിൽ നൽകിയിട്ടുള്ള മൊഴികളിലും പരാതിയിലും ധാരാളം പൊരുത്തക്കേടുകൾ ഉള്ളതായി കോടതി കണ്ടെത്തി. കുറവിലങ്ങാട് പള്ളി വികാരി മുതൽ കർദിനാൾ വരെ സഭയുടെ വിവിധ തലങ്ങളിൽ കൊടുത്ത പരാതികളിൽ എവിടെയും തനിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായതായി പരാതിക്കാരി പറഞ്ഞിട്ടില്ല. മറിച്ച് സഭാപരമായ തർക്കങ്ങളും ആക്ഷേപങ്ങളും മാത്രമാണ് ഉന്നയിച്ചത്. പരാതിക്കാരിയുടെ മെഡിക്കൽ പരിശോധന നടത്തിയ ഡോക്ടറോട് അവർ പറഞ്ഞത് നോ ഹിസ്റ്ററി ഓഫ് പെനട്രേറ്റീവ് സെക്സ് എന്നാണ്. എന്നാൽ സെക്ഷൻ 164 അനുസരിച്ച് നൽകിയ മൊഴിയിൽ 13-ൽ 12 തവണയും പെനട്രേറ്റീവ് സെക്സ് നടന്നിട്ടുണ്ട് എന്നാണ്. പോലീസിന്റെ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേറ്റ്മെന്റിലും ഇത്തരത്തിലുള്ള ശാരീരിക ബന്ധം നടന്നിട്ടുള്ളതായി പരാതിക്കാരി പറഞ്ഞിട്ടുമില്ല. ഈ രീതിയിൽ പരാതിക്കാരി നൽകിയ മൊഴികളിലുള്ള വ്യാപകമായ പൊരുത്തക്കേടുകൾ പരാതിക്കാരിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതാണെന്ന് കോടതി നിരീക്ഷിച്ചു. ചുരുക്കത്തിൽ മെഡിക്കൽ പരിശോധനയുടെ ഫലം മറ്റൊന്നായതുകൊണ്ട് ഈ കേസ് ബലാത്സംഗമായി പരിണമിക്കുകയായിരുന്നു. ഇതിന് സാധുത ലഭിക്കുവാൻ മെഡിക്കൽ റിപ്പോർട്ടിൽ തിരുത്തൽ വരുത്തി. പ്രതിഭാഗം അഭിഭാഷകരുടെ ആവശ്യപ്രകാരം മെഡിക്കൽ കോളേജിൽ നിന്നും റിപ്പോർട്ടിൻ്റെ കാർബൺ കോപ്പി കോടതിയിൽ വരുത്തിയപ്പോൾ റിപ്പോർട്ടിൽ തിരുത്തൽ വരുത്തിയ ഭാഗം തിരുത്തൽ കൂടാതെ കാർബൺ കോപ്പിയിൽ അതേപടി ഉണ്ടായിരുന്നു. കന്യാസ്ത്രീ ആദ്യം FI സ്റ്റേറ്റ്മെൻറ്റിൽ എടുക്കുന്ന ഒരു വെർഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ പെനിട്രേഷൻ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള സെക്ച്വൽ അസാൾട്ടും ഇല്ല, അല്ലെങ്കിൽ പെനിട്രേറ്റീവ് ആയിട്ടുള്ള സെക്ച്വൽ അസാൾട്ട് ഉണ്ടായിട്ടില്ല എന്ന് ഖണ്ഡിതമായൊരു നിലപാട് FI സ്റ്റേറ്റ്മെൻറ്റിൽ എടുത്തു.
അതിനനുസൃതമാണ് ഡോക്ടറോട് അവർ പറഞ്ഞിരിക്കുന്ന മൊഴി. പക്ഷേ ഡോക്ടറോട് പറഞ്ഞ അത്തരം മൊഴിയിൽ അവർ ഒരു തിരുത്തൽ വരുത്തി കോടതിയിൽ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റിൽ. ആ തിരുത്തൽ വെച്ച് നമ്മൾ പരിശോധിച്ചാൽ അത് മനസ്സിലാവുന്നത് ഡോക്ടറോട് കന്യാസ്ത്രീ നോ അതർ കൈൻഡ് ഓഫ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് എന്ന് പറയുന്നത് തിരുത്തി മാറ്റിയിരിക്കുകയാണ്. അത് സ്കോർ ഓഫ് ചെയ്തിരിക്കുകയാണ്, വായിക്കാൻ കഴിയാത്ത പോലെ വെട്ടി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ സംശയം തോന്നിയിട്ടാണ് പ്രതിഭാഗം കോടതിയിൽ കേസിൻ്റെ വിചാരണ നടക്കുന്ന സമയത്ത് തന്നെ, അതായത് ഈ ഡോക്ടറെ വിസ്തരിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങളൊരു അപേക്ഷ കൊടുത്തു. ഇതിൻ്റെ യഥാർത്ഥ രേഖ, ഒറിജിനൽ രേഖ കാർബൺ, കാരണം ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം കാർബൺ വെച്ചാണ് തയ്യാറാക്കുന്നത്. അപ്പം ഇതിൻ്റെ ശരിപ്പകർപ്പായിട്ടുള്ള യഥാർത്ഥ രേഖ മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ റെക്കോർഡ് കോടതി ഇപ്പം തന്നെ വിളിച്ചു വരുത്തി ഈ കോടതി സൂക്ഷിക്കണം, അല്ലെങ്കിൽ അത് തിരുത്താൻ സാധ്യതയുണ്ട്, തിരുത്തിയിട്ടില്ലെങ്കിൽ തിരുത്താൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ചു. ഞങ്ങളൊരു പെറ്റീഷൻ ഫയൽ ചെയ്തു, കോടതി അത് അനുവദിച്ചു. ആ രേഖ കോടതി വിളിച്ചു വരുത്തി. ആ രേഖ കോടതി വിളിച്ചു വരുത്തി നോക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് ആ രേഖയിൽ ആ കാർബൺ കോപ്പിയിൽ ഒരു തിരുത്തലുമില്ല. അപ്പോൾ ഒരു കാർബൺ വെച്ചൊരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയം തിരുത്തൽ വരുത്തി ആ കാർബണിലും ആ തിരുത്ത് റിഫ്ലക്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിനർത്ഥം കാർബൺ വെച്ച് തയ്യാറാക്കിയ രേഖ അവിടുന്ന് മാറ്റിയ ശേഷമാണ് പിന്നെ ഈ തിരുത്തൽ വരുത്തിയെന്ന്. സ്വാഭാവികമായും അത് അന്വേഷണ ഉദ്യോഗസ്ഥനാകാനേ പറ്റൂ. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ കിട്ടിയ ഈ രേഖ 29-ാം തീയതി അല്ലെങ്കിൽ 30-ാം തീയതി കിട്ടിയ രേഖ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതി കൊടുക്കുന്നത് അടുത്ത മാസം ഒരു ഘട്ടം കഴിയുമ്പോഴാണ്, ഒരു 8-ാം മാസം 8-ാം തീയതി കഴിയുമ്പോഴാണ് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും ദിവസം ഇതെന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഒരു മെഡിക്കൽ റെക്കോർഡ് അത്രയും ദിവസം വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് പ്രോംപ്റ്റായിട്ട് ഇത് കോടതി കൊടുക്കാത്തത് തന്നെ സസ്പീഷ്യസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെഡിക്കൽ എവിഡൻസിൻ്റെ ഒരു പൂർണ്ണമായ കൊറോബറേഷൻ ഈ കേസിൽ കോടതിയിൽ പ്രോസിക്യൂഷൻ അവകാശപ്പെടാൻ കഴിയാതെ. ഇത് തികച്ചും കെട്ടിച്ചമച്ച ഒരു പരാതി മാത്രമായതുകൊണ്ടാണ് പരാതിക്കാരിയുടെ പരസ്പര വിരുദ്ധമായ മൊഴികളല്ലാതെ മറ്റൊരു തെളിവും ഹാജരാക്കാതെ പ്രോസിക്യൂഷന് മുമ്പോട്ട് പോകേണ്ടി വന്നത്. ആദ്യമായി ബലാത്സംഗം നടന്നു എന്ന് പറയപ്പെടുന്നതിൻ്റെ പിറ്റേ ദിവസം പരാതിക്കാരിയുടെ വീട്ടിൽ നടന്ന സ്വകാര്യ ചടങ്ങിൽ ബിഷപ്പിനോടൊപ്പം വളരെ സന്തോഷവതിയായി പരാതിക്കാരി കാണപ്പെട്ടതിൻ്റെ വീഡിയോകളും ഫോട്ടോകളും ഒരുമിച്ച് യാത്ര ചെയ്തതിൻ്റെ തെളിവുകളുമുണ്ട്. അതേ ദിവസം ഇവരുടെ ഒപ്പം യാത്ര ചെയ്തിരുന്ന മറ്റ് കന്യാസ്ത്രീകളുടെ മൊഴികളിൽ ഇത്തരത്തിലൊരു സെക്ഷൽ വയലൻസ് നടന്നതിൻ്റെ യാതൊരുവിധ സൂചനകളും ഇവർ തമ്മിലുള്ള ഇടപെടലുകളിൽ തോന്നിയിരുന്നില്ല എന്ന മൊഴികളും കോടതി പരിഗണിച്ചു. അതുപോലെ നമ്മൾ 6 സാക്ഷികളെ വിസ്തരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 6 സാക്ഷികളിൽ നമ്മൾ രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്ന ഒരു വീഡിയോ ഹാജരാക്കിയ ആളാണ്. കാരണം ഈ ഏറ്റവും ആദ്യം റേപ്പ് നടന്നത് മെയ് മാസം 5-ാം തീയതി. മെയ് മാസം 5-ാം തീയതി റേപ്പ് വൈകിട്ട് 11 മണിയായപ്പോൾ നടക്കുന്നു. പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് ബിഷപ്പും ഈ കന്യാസ്ത്രീയും വേറെ അവിടെ ഉണ്ടായിരുന്ന അക്കമ്പനി ചെയ്ത വേറെ കന്യാസ്ത്രീയും കൂടെ ബിഷപ്പിൻ്റെ കാറിൽ പോയി എന്നാണ് പ്രോസിക്യൂഷൻ കേസ് കാലടി വരെ 2 മണിക്കൂർ യാത്ര ചെയ്ത് അവിടെ ഒരു ചടങ്ങിൽ, അതായത് ഈ കന്യാസ്ത്രീയുടെ സഹോദരൻ്റെ മകൻ്റെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണാണ്, അതിന് പോയി പള്ളിയിൽ പോയി, പിന്നെ തുറന്ന് വീട്ടിലും പോയി എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. അവിടെ പോയി എന്നുള്ള പോട്ടെ, അവർക്ക് ഇവിടുന്ന് പോകാൻ മാർഗ്ഗമില്ലെന്ന് പറയാം. പക്ഷേ അവിടെ ചെന്ന ശേഷമുള്ള അവരുടെ കോണ്ടാക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബിഷപ്പ് കാറിൽ നിന്ന് വന്ന് പള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് കന്യാസ്ത്രീ പറന്നു വന്ന് ബിഷപ്പിനെ ആവേശപൂർവ്വം സ്വീകരിച്ചു കൊണ്ടുപോകുക. അപ്പോൾ അതൊക്കെ ഒരു തൊട്ട് തലേ ദിവസം ജീവിതത്തിലാദ്യമായി തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത ഒരു റേപ്പിസ്റ്റിനോടുള്ള ഒരാളുടെ സമീപനമല്ല, ഒരു സ്ത്രീയുടെ സമീപനമല്ല ആ വ്യക്തിൻ്റെ മാനസികാവസ്ഥയല്ല കാണുന്നത്. അപ്പോൾ ആ കോണ്ടാക്റ്റൊക്കെ വളരെ പ്രതികൂലമായി ബാധിച്ചു. പിന്നെ ഈ വിക്ടിം എന്ന് പറയുന്നത് തന്നെ നമ്മൾ വിചാരിക്കുമല്ലോ ഒരു പാവം കന്യാസ്ത്രീ എന്നുള്ള കൺസെപ്റ്റാണ് ആളുകൾക്ക്. അങ്ങനെയല്ല. ഇന്ത്യയിൽ 5-6 സംസ്ഥാനത്ത് മഠങ്ങളുള്ള ഒരു കോൺഗ്രിഗേഷൻ, പല കോൺവെൻറ്റ്, കേരളത്തിൽ തന്നെ 3 കോൺവെൻറ്റ് ഉണ്ട്, പഞ്ചാബിലൊക്കെ 5-6 കോൺവെൻറ്റ് ഉണ്ട്, ബീഹാറിൽ കോൺവെൻറ്റ് ഉണ്ട്, സിംലയിൽ കോൺവെൻറ്റ് ഉണ്ട്, പല സ്ഥലത്ത് പല സംസ്ഥാനങ്ങളിൽ കോൺവെൻറ്റ് ഉണ്ട്. അങ്ങനെ ഒരു കോൺഗ്രിഗേഷനെ മദർ ജനറലായിട്ട് 9 വർഷം ഇരുന്ന ഒരാളാണ്, അല്ലാതെ 1-2 വർഷമല്ല, 9 വർഷം മദർ ജനറലായിട്ട്. അങ്ങനെ ഒരാളെ, ഒരു സ്ത്രീയെ ചുമ്മാ ആർക്കെങ്കിലും ഈസി ആയിട്ട് ഒച്ച വെച്ചും ഭീഷണിപ്പെടുത്തിയും പേടിപ്പിക്കാമെന്ന് പറയുന്നത് അത് ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ അബ്സർഡാണ്. അത്തരം വാദഗതികൾ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? സ്ത്രീകൾ പലതരത്തിലുണ്ട്, നമുക്കങ്ങനെ ഭയപ്പെടുത്താവുന്ന സ്ത്രീകൾ കാണും. അപ്പോൾ ഒരു കൺസെപ്റ്റ് ഇവർ കൊണ്ടുവരുന്നത് എന്താ? ഒരു പാവം കന്യാസ്ത്രീ മഠത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ തേങ്ങുന്ന ഒരു ഹൃദയം എന്നൊക്കെയല്ലേ പറയുന്നത്. അങ്ങനെയാണോ ഇത്?
ആ ക്രോണിക്കിൾ പരിശോധിച്ച് നോക്ക്. ക്രോണിക്കിൾ പരിശോധിച്ചാൽ എന്താ കാണുന്നത്? ഓരോ ദിവസവും ഈ കന്യാസ്ത്രീ വേറൊരു കന്യാസ്ത്രീയെ കൂട്ടി വിവിധങ്ങളായ കാര്യങ്ങൾക്ക് കോൺവെൻറ്റിന് പുറത്തേക്ക് വരിക. അവർ മന്ത്രിമാരെ കാണുന്നു, MLA മാരെ കാണുന്നു, വില്ലേജ് ഓഫീസറെ കാണുന്നു, കളക്ടറെ കാണുന്നു, വക്കീലിനെ കാണുന്നു, പല കാര്യങ്ങൾക്കായി. അങ്ങനെ സൊസൈറ്റിയിൽ സജീവമായി ഇടപെടുന്ന ഒരു സോഷ്യൽ ബീയിങ് അവർക്ക് കാര്യങ്ങളെ സംബന്ധിച്ച് ജ്ഞാനമുള്ള ആളാണ്, ലോകപരിചയമുള്ള ആളാണ്, അവർക്ക് കാര്യങ്ങൾ ശരി തെറ്റ് വേർതിരിച്ചറിയാൻ കഴിയുന്ന ഒരാളാണ്. അവരെ ബിഷപ്പ് പേടിപ്പിച്ചെന്ന് പറയുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ അനിയത്തി പേടിപ്പിക്കുന്നില്ല, ബിഷപ്പ് അവരെ ഭീഷണിപ്പെടുത്തുന്നു. ഉടനെ ബിഷപ്പ് ഭീഷണിപ്പെടുത്തി അങ്ങോട്ട് വന്നില്ലെങ്കിൽ മര്യാദയ്ക്ക് നാടകം കളിയാ വന്നോണം എന്ന് ബിഷപ്പ് പറഞ്ഞിട്ട് പോകും. അപ്പോൾ അവരുടെ മനോവികാരം എങ്ങനെയാണ്? അവരുടെ മനോവിചാരം എന്താണെന്ന് വെച്ചാൽ, അയ്യോ ഞാൻ പോയില്ലെങ്കിൽ എൻ്റെ അനിയത്തി ബിഷപ്പ് ഹൗസിന് അടുത്തുള്ള കോൺവെൻറ്റിലെ കന്യാസ്ത്രീയാണല്ലോ, അവളെ ബിഷപ്പ് ഉപദ്രവിച്ചെങ്കിലോ, എൻ്റെ ജൂനിയർ സിസ്റ്റേഴ്സിനെ ബിഷപ്പ് പീഡിപ്പിച്ചെങ്കിലോ എന്ന് കരുതി ഞാൻ ഭയന്ന് രാത്രിയിൽ ബിഷപ്പിൻ്റെ മുറിയുടെ വാതിക്കൽ പോയി മുട്ടുക. അപ്പോൾ 13 പ്രാവശ്യം ബിഷപ്പിൻ്റെ മുറിയുടെ വാതിക്കൽ മുട്ടുന്നു, ബിഷപ്പ് കഥ തുറക്കുന്നു, കയറ്റുന്നു, അങ്ങനെയാണ് കഥ പറയുന്നത്. അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ആകെ 13 ദിവസമാണ് റേപ്പ് ചെയ്തത്. ഇതിൽ 9 ദിവസവും റേപ്പ് നടന്നു എന്ന് പറയുന്നതിൻ്റെ തൊട്ട് പിറ്റേന്ന് രാവിലെ ബിഷപ്പിൻ്റെ കൂടെ കന്യാസ്ത്രീ ബിഷപ്പിൻ്റെ കാറിൽ പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്ത് പോവുകയും അവിടെയെല്ലാം ഒരു കന്യാസ്ത്രീയുണ്ട് അവിടെയെല്ലാം പല പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യുകയാണ് ഇതിൽ 9 ദിവസം. അപ്പോൾ ഈ അന്ന് കൂടെ ഉണ്ടായിരുന്ന 2 കന്യാസ്ത്രീകളും പറഞ്ഞിരിക്കുന്നത് ആ കാലഘട്ടത്തിലൊന്നും ബിഷപ്പും കന്യാസ്ത്രീയുമായിട്ടുള്ള പെരുമാറ്റത്തിൽ ഞങ്ങൾക്കൊരു അസ്വാഭാവികതയും തോന്നിയില്ലെന്നാണ്. ഈ കേസിൽ സാക്ഷിമൊഴികളല്ലാതെ യാതൊരുവിധ തെളിവുകളും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. കേസിലെ പ്രധാന തെളിവായി കൊടുക്കേണ്ടിയിരുന്ന പരാതിക്കാരിയുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും തെളിവിനായി കൊടുക്കാൻ പോലും കഴിഞ്ഞില്ല. മൊബൈൽ ഫോൺ ആക്രിക്കാരന് കൊടുത്തു എന്ന തികച്ചും വിചിത്രവും ബാലിശവുമായ നിലപാട് ഈ കേസിൻ്റെ ബലം കെടുത്തുകയുണ്ടായി. ലൈംഗിക ചുവയുള്ള സന്ദേശങ്ങൾ ബിഷപ്പ് സ്ഥിരമായി അയച്ചുകൊണ്ടിരുന്നു എന്ന് പറയപ്പെടുന്ന മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഏറ്റവും ശക്തമായ തെളിവ് ആകേണ്ടതായിരുന്നു. അതേസമയം ബിഷപ്പ് ഫ്രാങ്കോയുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും കോടതിയിൽ ഇപ്പോഴും ഉണ്ട് താനും. അവർ പറയുന്നത് വിക്ടിം ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ ആക്രി കച്ചവടക്കാരന് കൊടുത്തതാണ്. ഞാനങ്ങനെ കിട്ടില്ല. ലോകത്താരെങ്കിലും മൊബൈൽ ഫോൺ ആക്രി കച്ചവടക്കാരന് കൊടുക്കും. മൊബൈൽ ഫോൺ വില കിട്ടുന്ന സാധനമാണ്. നമ്മൾ പുതിയൊരു മൊബൈൽ ഫോൺ കൊടുക്കുമ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്താൽ പോലും പൈസ കിട്ടും. അപ്പോൾ ആരും ഇന്നേ വരെ ആക്രി കച്ചവടക്കാരൻ മൊബൈൽ ഫോൺ കൊടുത്തു പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഈ ഇൻഹെറൻലി ഇംപ്രോബബിളായിട്ടുള്ള വിശദീകരണങ്ങളാണ് അതിനെ കൊടുത്തത്. പിന്നെ വിക്ടിമിൻ്റെ ലാപ്ടോപ്പ് കോടതി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് സൈബർ സയൻസ് ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിൽ അയച്ച് പരിശോധിപ്പിക്കണ്ടേ. അതിനവർ പറയുന്നത് ഇത് കേടാന്നാണ്. അവർ തീരുമാനിച്ചാൽ മതിയോ കേടാണെങ്കിൽ ലാബോറട്ടറി പറയട്ടെ കേടാണെന്നും ഇതിനകത്തൊന്നും കണ്ടെടുക്കാൻ പറ്റിയെന്നും പറയട്ടെ. ഇവർ പറഞ്ഞാൽ മതിയോ കേടാണെന്ന്. അപ്പോൾ ഇവർ പറയുന്നത് അപ്പടി നമ്മൾ വിശ്വസിച്ചോണം. സത്യം അവർ പറയുന്നത് വിശ്വസിച്ചോണം. അപ്പോൾ അത്തരം വിശദീകരണങ്ങളെല്ലാം കോടതി പൂർണ്ണമായും തള്ളിക്കളയും. അതൊന്നും യാതൊരു തരത്തിലുള്ള പരിഗണനകളും അർഹിക്കുന്നതല്ലെന്ന് കണ്ടു. വാദിഭാഗം ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ ഒന്നും തന്നെ വസ്തുനിഷ്ഠമായി തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. ബിഷപ്പിന്റെ പേരിൽ ചാർത്തപ്പെട്ട 7 കുറ്റങ്ങളും നിലനിൽക്കുന്നതല്ല എന്ന് കോടതി കണ്ടെത്തുകയുണ്ടായി. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ 39 സാക്ഷികളിൽ ഒരാൾ പോലും പ്രതിക്ക് അനുകൂലമായി കൂറുമാറിയിട്ടില്ല എന്ന കാര്യവും പ്രത്യേകം പരാമർശിക്കപ്പെടേണ്ടതാണ്. ബിഷപ്പിന്റെ അധികാരവും സ്വാധീനവും സമ്പത്തും ഉപയോഗിച്ച് കേസ് അട്ടിമറിച്ചു എന്ന വാദത്തിന്റെ മുനയൊടിക്കാനും ഇതുകൊണ്ട് സാധിച്ചു. ബിഷപ്പ് സാക്ഷികളിൽ ഒരാളെപ്പോലും സ്വാധീനിക്കാൻ ശ്രമിക്കാതിരുന്നത് മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ പേടിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണെന്ന് നമുക്ക് കരുതേണ്ടി വരും. ഈ കേസിൽ ചില സ്ഥാപിത താൽപ്പര്യക്കാരുടെ സ്വാധീനത്തിൽ പരാതിക്കാരി പെട്ടുപോയി എന്ന നിരീക്ഷണവും വളരെ പ്രാധാന്യമർഹിക്കുന്ന വസ്തുതയാണ്. ബീഹാറിൽ പ്രത്യേക റീജിയൻ അനുവദിച്ചാൽ പ്രശ്നപരിഹാരത്തിന് തങ്ങൾ തയ്യാറാണെന്ന പരാതിക്കാരിയുടെയും അവരെ പിന്തുണയ്ക്കുന്ന മറ്റ് കന്യാസ്ത്രീകളുടെയും നിലപാടിൽ നിന്ന് സഭയ്ക്കുള്ളിൽ
അധികാര വടംവലിയും ഗ്രൂപ്പിസവും ശത്രുതയും ഒക്കെ നിലനിന്നിരുന്നു എന്ന കാര്യവും കോടതി സൂചിപ്പിക്കുകയുണ്ട്. കോടതി വിധിന്യായത്തിൻ്റെ ഒരു ഭാഗത്ത് പോലും ബിഷപ്പും പരാതിക്കാരിയും തമ്മിൽ ശാരീരികമായ ഒരു തരത്തിലുമുള്ള ബന്ധവും നടന്നിട്ടുള്ളതായുള്ള ഒരു വാചകമോ നിരീക്ഷണമോ കാണുന്നില്ല. എന്നാൽ പരാതിക്കാരിക്ക് മറ്റൊരു വ്യക്തിയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന സൂചനയുണ്ടതാണ്. ബിഷപ്പ് മാർ ഫ്രാങ്കോ മുളയ്ക്കൽ തികച്ചും നിരപരാധിയും കുറ്റവിമുക്തനുമാണെന്ന് തെളിയിക്കപ്പെടാൻ ഈ നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളുമെല്ലാം ധാരാളമാണ്. പഞ്ചാബിലെ ജലന്ധർ രൂപതയിലെ ചില ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ആരംഭിച്ച് കേരളത്തിലെ വഞ്ചി സ്ക്വയറിൽ നടത്തിയ നാടകത്തിൽ വരെ എത്തിയപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ കഷ്ടപ്പെട്ട് പണിയെടുത്തവരെ, ആ ഗൂഢശക്തികളെ തിരിച്ചറിയാൻ സാമാന്യ ബുദ്ധി പണയം വെച്ചിട്ടില്ലാത്ത ഏതൊരാൾക്കും നിഷ്പ്രയാസം സാധിക്കും. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, മറ്റ് പുരോഹിത ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാധ്യമ പ്രവർത്തകരെ, നമ്മളൊരു നാണംകെട്ട കാര്യം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. കന്യാസ്ത്രീകളുടെ സ്പോൺസേഡ് സമരത്തിന് പണമൊഴുക്കി ചുക്കാൻ പിടിച്ചവർ തൃശ്ശൂരിലുള്ള ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിലെ എട്ടും പൊട്ടും തിരിയാത്ത, പീഡനമെന്ന വാക്കിൻ്റെ അർത്ഥം പോലും തിരിച്ചറിയാത്ത കൊച്ചുകുട്ടികളെ വരെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുവാൻ എറണാകുളത്ത് ഇറക്കുമതി ചെയ്തപ്പോൾ അവർ സ്വയം പരിഹാസ്യരായി തീരുകയായിരുന്നു. ആരാണിവരെന്നും ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നുവെന്നും ഏവർക്കും മനസ്സിലായി. ഈ ക്രൈസ്തവ സഭാവിരുദ്ധ ശക്തികളോടൊപ്പം കത്തോലിക്ക സഭയ്ക്കുള്ളിലെ ഏതാനും സഭാവിരുദ്ധന്മാരും സ്ഥാപിത താൽപ്പര്യങ്ങൾക്ക് വേണ്ടി കൈകോർത്തു. ഒപ്പം ചില യുക്തിവാദികളും തീവ്രവാദ മതശക്തികളും ഒന്നിച്ച് അണിനിരന്നു. അവരാണ് തങ്ങളുടെ അജണ്ടകൾ നടപ്പാകാതെ പോയതിൽ രോഷം പൂണ്ട് പ്രകടന പ്രഹസനങ്ങളുമായി തെരുവിലിറങ്ങിയത്. സ്ത്രീകളെ പുരുഷന്മാരുടെ കൃഷിയിടമായി മാത്രം കാണുന്ന തീവ്ര മതവിശ്വാസ സങ്കല്പത്തിൻ്റെ വക്താക്കൾ കന്യാസ്ത്രീകൾക്ക് നീതി കിട്ടണമെന്ന് ആവർത്തിച്ച് വീണ്ടും ബാനറും പിടിച്ചിറങ്ങിയത് തികച്ചും വൈരുദ്ധ്യാത്മികവും വൈകൃതവുമായി പോയി. ഇവർക്കെല്ലാം അകമഴിഞ്ഞ പിന്തുണയുമായി 10 പൈസയുടെ പ്രയോജനമില്ലാത്ത അന്തിച്ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്ന മാധ്യമ ജഡ്ജിമാരും ചില ഓൺലൈൻ മഞ്ഞപ്പത്രക്കാരും എല്ലാവരും കൂടി ചേർന്ന് സംഗതി അങ്ങോട്ട് ജോറാക്കി. ജസ്റ്റിസ് ജി ഗോപകുമാറിൻ്റെ ഈ വിധിയിലൂടെ മാധ്യമ വിചാരണകളോ ജനക്കൂട്ടത്തിൻ്റെ ആക്രോശമോ കോടതി വിധികളെ ഒരു വിധത്തിലും സ്വാധീനിക്കാൻ പാടില്ല എന്ന മഹത്തായ സന്ദേശം ഇന്ത്യൻ ഭരണഘടനയുടെയും നീതിപീഠത്തിൻ്റെയും മഹത്വം ലോകത്തിൻ്റെ മുമ്പിൽ ഉജ്ജ്വലമായി പ്രകാശിക്കാൻ കാരണമായി തീർന്നു. ഒപ്പം തന്നെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആർക്കെതിരെയും വ്യാജമായ പരാതികൾ കൊടുത്ത് നിരപരാധികളുടെ കണ്ണുനീര് വീഴ്ത്തി അവരുടെ സൽപ്പേര് നശിപ്പിച്ച് തകർക്കാൻ ശ്രമിക്കുന്നവർക്കും ഈ വിധി ഒരു പാഠമാകട്ടെ. ഈ കേസിൽ വാസ്തവത്തിൽ ആരാണ് ഇരയായി തീർന്നത്? ആരൊക്കെയായിരുന്നു വേട്ടക്കാർ? തിരിച്ചറിഞ്ഞാൽ തിരുത്തുവാനുള്ള തൻ്റെ ഇടവും ആർജവത്വവും ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിക്കുമോ? ഇല്ല എന്നറിയാം. പക്ഷേ ഈ പറഞ്ഞവയാണ് വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും.
മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പൊതുബോധ നിർമ്മിതിയിൽ വീണു പോകുന്നവരിൽ കുറച്ചു പേരെങ്കിലും സത്യം മനസ്സിലാക്കിയാൽ അത് ഈ നാടിനും വരാനിരിക്കുന്ന നമ്മുടെ തലമുറകൾക്കും മാർഗദർശകമായി തീരാൻ ഈ കോടതി വിധി കാരണമായി തീർന്നാൽ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്.